ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടൈം രാവിലെ 2 മണി ആയിട്ടേ ഉള്ളൂ. എൻ്റെ ഉറക്കമൊക്കെ കണക്കായിരുന്നു. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഹോസ്പിറ്റൽ ബാഗ് എൻ്റെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 7 മന്ത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിലേക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിരുന്നു. 8 മന്ത് ആയപ്പോഴത്തേക്ക് അതെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന. ഇപ്പം 9 മന്തായി എല്ലാം പാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചെറിയൊരു ബാഗിനകത്താണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഹെയർ ബ്രഷാണ്. ഈ ഹെയർ ബ്രഷ് വെച്ച് ചീയിൽ എൻ്റെ മുടി മുഴുവൻ പോകും. പിന്നെ അടുത്തൊരു പൊട്ട ചുമ്മാ ഞാൻ വെച്ചിരിക്കുന്നത്. പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് മിനുങ്ങാണ്ടായിട്ടുള്ളൊരു സാധനം. പിന്നെ എൻ്റെ ഐബ്രോ പെൻസിൽ, പിന്നെ എൻ്റെ പൗഡർ ഇടാതെ എനിക്ക് പറ്റില്ല കേട്ടോ. പിന്നെ ഉള്ളത് ഷാമ്പുവും കണ്ടീഷണറുമാണ്. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത്, പക്ഷേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് മേടിച്ചതാണ്. അടുത്ത സ്പ്രേയാണ് വന്നിരുന്നത്. അത് തീരാറായ സ്പ്രേയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. പിന്നെ ഹെയർ സെറം, പിന്നെ ഒരു ചീപ്പ്. അടുത്തത് ഫേസ് വാഷ് ഞാൻ ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെറിയ ഒരെണ്ണം മേടിച്ചത്. പിന്നെ ഒരു ചെറിയൊരു ഓയിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. എങ്ങാനും ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ യൂസ് ചെയ്യാൻ തോന്നിയാലോ. പിന്നെ ഒരു നെയിൽ കട്ടർ. പിന്നെ അടുത്തത് എന്താ, കുറച്ച് ബുഷാണ്. നമ്മൾ ലേബർ റൂമിനകത്ത് കയറുമ്പോഴത്തേക്ക് മുടിയെല്ലാം അവർ പിന്നിടുമോ എങ്ങനെയെങ്കിലും അവർ ചെയ്ത് വെക്കും. അപ്പോൾ ആ ടൈമിൽ പിന്നെ അതിന് പുറകെ നടക്കണ്ടല്ലോ. പിന്നെ പേസ്റ്റ്, ബ്രഷ്, ടങ് ക്ലീനർ ഇതൊക്കെ ആട്ടോ. ബ്രഷൊക്കെ ഞാൻ എല്ലാം കുഞ്ഞതാണ് ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്നത്. ബ്രഷല്ല, പേസ്റ്റ് കുഞ്ഞതാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് ആ ബാഗിലേക്ക് തന്നെ ഇടാം, ഇല്ലെങ്കിൽ ഞാനിതെല്ലാം മറന്നു പോകും. എല്ലാ പ്രാവശ്യം ഇത് തന്നെയാണ്. ഒരു സാധനം മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് അടുത്തത് മേടിക്കാൻ മറന്നു പോകും. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹസ്ബൻഡ് കൂടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിക്കുന്നത് എന്താന്നൊക്കെ ഉള്ള ഞങ്ങളാണെങ്കിൽ പ്ലാൻ ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് ഒന്നാമത്തെ മടിയാണ്, അത് വേറത്. പിന്നെ ഇതുണ്ടല്ലോ, ഇതെനിക്ക് ഭാവിക്ക് എന്തോ ഒരു സാധനം മേടിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇതിനുള്ളിലായിരുന്നു, അതെന്താണെന്ന് ഞാൻ ഓർക്കണില്ല. ഇതിൻ്റെ യൂസ് എന്നാന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇനി അടുത്തത് ഇതാണ് നമ്മുടെ ബേബിയുടെ പ്രൊഡക്ട്സ് എല്ലാം കൂടെ കുറച്ച് സാധനങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം കൂടെ ഞാൻ വാഷ് ചെയ്ത് കവറിലാക്കി വെച്ചിരുന്നതാണേ. അയ്യോ, ഇത് ബേബിയുടെ ഒരു ബ്ലാങ്കറ്റാണ്. ഭയങ്കര നല്ല സോഫ്റ്റായിട്ടുണ്ട്. പിന്നെ അടുത്ത വന്നിട്ട് ജബ്ലയാണേ. ഇത് 10 പീസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ഡ്രസ്സെന്ന് പറയാനായിട്ട് ഞാൻ ഇതേ മേടിച്ചിട്ടുള്ളൂ. ജബ്ലാസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് വിൻ്റർ സ്യൂട്ട്സൊക്കെ ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 10 പീസുണ്ട്. ഈ 10 അങ്ങ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് ഞാൻ ഓർത്തേക്കുക. നല്ല സോഫ്റ്റ് കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചേക്കുക കേട്ടോ. അതെന്തിനാണെന്ന് ഞാൻ പറയാം. ബാക്കിയുള്ളതെല്ലാം ഇത്. പിന്നെ മുണ്ട്, ഞാൻ ഡബിൾ മുണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. പോത്തീസിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്തേ. ഡബിൾ മുണ്ട് മേടിച്ച് അതിൻ്റെ അരികെല്ലാം കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരെന്താണേലും ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേബർ റൂമിനകത്ത് കയറ്റുമ്പോഴത്തേക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഒരെണ്ണം കൂടി എക്സ്ട്രാ കരുതിയേക്കുക. ഇനി അടുത്തതാണ് കാണുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞിൻ്റെ ഒരു സ്വെറ്ററും അതിൻ്റെ പാൻറ്റും ആയിട്ടുള്ള. എൻ്റെ വീട്ടിൽ ഭയങ്കര മഴയാണ്. പിന്നെ നല്ല തണുപ്പും ഉണ്ടാകും. നെക്സ്റ്റ് മന്ത് ഒക്കെ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പോകും. അപ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതൊക്കെ ഭയങ്കര ആവശ്യമായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം മേടിച്ചത്. ഇതുപോലത്തെ കുറേ 2-3 കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഈ ഒരു ജോഡിയെ കൊണ്ടുപോകുന്നുള്ളൂ. അതിൻ്റെ സോക്സും പിന്നെ ഒരു ഹെയർ ക്യാപ്പും ഉണ്ടായിരുന്നു. ഇത് നേരത്തെ കാണിച്ചു തന്ന ബ്ലാങ്കറ്റിൻ്റെ വേറെ ഒരെണ്ണമാണ്. 3 സെറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം കൂടെ ഉണ്ട്, ഞാൻ കാണിക്കാം. എവിടെയോ ഉണ്ട് ആ ഒരെണ്ണം കൂടെ. ഇത് ടർക്കിയാണ് കുഞ്ഞിന്. 3 ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. ആവശ്യം വരുവാണെങ്കിൽ ഇടയ്ക്ക് മമ്മി ഇവിടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് എടുത്തോളും. ഇത് കുഞ്ഞത് നോക്കിയാണ് ഞാൻ മേടിച്ചത്. തൽക്കാലം ഇപ്പോൾ ആൾക്ക് ഇത്രയും കുഞ്ഞത് പോരെ. അടുത്തത് ഞാൻ പറഞ്ഞത് ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ബ്ലാങ്കറ്റാണ് ഇത്. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. കുഞ്ഞിന് പിന്നെ ഇതൊക്കെ മതിയാകുമല്ലോ. ഇത് നല്ല സോഫ്റ്റായിട്ടോ തൊടാനായിട്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്.
പിന്നെ ഇത് ഈ ലാസ്റ്റ് കാണിക്കുന്നതാണ് മറ്റേ വാട്ടർ പ്രൂഫ് ഷീറ്റാണ് ഇതിൻ്റെ ഒരെണ്ണം പീസ് ഞാൻ മാറ്റി വെച്ചേക്കുക. കാണിച്ചു തരാം എന്തിനാണ്. ഇത് വാട്ടർ പ്രൂഫ് ഷീറ്റ് വന്നിരിക്കുന്നത്. ഇത് കുഞ്ഞിനെ ഇപ്പം എനിക്കിതിൻ്റെ പ്രത്യേക യൂസ് എന്താണെന്നൊന്നും അറിയത്തില്ല. ഞാനിതൊരെണ്ണം അങ്ങ് മേടിച്ച് വെച്ചതാണ്. ഏർലി സ്റ്റേജിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ എന്താ ഈ കവർ കൊണ്ടുള്ള യൂസ് എന്ന്. കുഞ്ഞിൻ്റെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ബാഗിനകത്തേക്ക് അങ്ങ് എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ എടുക്കാനായിട്ട്. ഞാൻ ഒരു സൂട്ട് കേസ് മാത്രമേ എടുക്കുന്നുള്ളൂ. കുഞ്ഞിന് ഒരെണ്ണം ഒരു ബോക്സ് പോലത്തെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ കൊണ്ടുപോകുന്നില്ല ഹോസ്പിറ്റലിലേക്ക്. സൂട്ട് കേസിനകത്ത് എൻ്റെയും കുഞ്ഞിൻ്റെ എല്ലാ ഡ്രസ്സും കയറും. ഞാൻ ഓർത്ത് ഇതിനകത്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ എൻ്റെ ഡ്രസ്സുമായിട്ട് മിക്സ് ചെയ്യത്തില്ലല്ലോ. ഇനി എല്ലാ സാധനങ്ങളും കൂടി നമുക്ക് ഈ ബാഗിനകത്തേക്ക് കയറ്റി വയ്ക്കാവേ. നിങ്ങൾ ഓർക്കുമായിരിക്കും ഈ പെങ്കൊച്ചിന് പകലൊന്നും ഇതിനൊരു തൊഴിലുമില്ല, ഇതൊക്കെ എടുത്ത് വയ്ക്കുക രാത്രിയിലേ ഉള്ളൂ എന്ന്. ആക്ച്വലി പകൽ എനിക്ക് റൂമിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ ചൂടാണ് എൻ്റെ ശരീരത്ത്. ഭയങ്കര ചൂടാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പകൽ ഫുൾ ടൈം റൂമിനകത്ത് തന്നെയാണ്. ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറയാം. അല്ലെങ്കിൽ ഫുഡെല്ലാം മമ്മി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ മദറാണ് കൊണ്ടുവന്ന് റൂമിൽ തന്നെ കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പം ഞാൻ കുറേ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഹസ്ബൻഡ് ജോലിക്ക് പോയതുകൊണ്ട് ആളുണ്ടായിരുന്നെങ്കിൽ ആളായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം ആളില്ലാത്തതുകൊണ്ട് മമ്മി ആ ഡ്യൂട്ടി ഏറ്റെടുത്തേക്കുക. എനിക്കൊരു 8 മന്ത് ആകാറായപ്പോഴായിരുന്നു ഹസ്ബൻഡ് ജോലിക്ക് വേണ്ടിയിട്ട് പോയത്. കുറച്ച് നാൾ കഴിഞ്ഞേ വരത്തുള്ളൂ. ഞാൻ പിന്നെ ഫ്രണ്ട് ഓപ്പണുള്ള ഒരു ഫ്രോക്ക് നൈറ്റി 3 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നായിരുന്നു മേടിച്ചത്. ഓൺലൈൻ പേജിൽ നിന്നായിരുന്നു മേടിച്ചത്. ഇതുണ്ട്, ഇതിന് ഫ്രണ്ട് ഓപ്പണാണ്. കുറച്ച് ലൂസാണ് എനിക്ക്, എന്നാലും ഞാനത് ഓൾട്ടർ ചെയ്തിട്ടൊന്നുമില്ല. കുറച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ. ഇത് 3 കളറുണ്ട് കേട്ടോ. ഇത് ഒരെണ്ണം, പിന്നെ ഒരു വൈറ്റിൽ വന്നിരിക്കുന്നതാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഈ വൈറ്റിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് ഒരെണ്ണമുണ്ട്. ഭയങ്കര നടുവേദനയും ചൂടുമാണ്. ഇങ്ങനെ ഇരിക്കുന്നില്ലല്ലോ ഞാൻ, അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഇതാണ് ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്നത്. ഇതും കുഴപ്പമൊന്നുമില്ല, എന്നാലും എനിക്ക് മറ്റു 2 ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. കുറച്ച് മടുപ്പുണ്ട്, രാത്രിയാണെങ്കിൽ പോലും ചെറിയൊരു ചൂടുണ്ട്. എന്നാണെങ്കിലും എടുത്ത് വയ്ക്കണമല്ലോ. പിന്നെ ഇതാണ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇടാനായിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഒരു ഫ്രോക്ക് പോലത്തെ ഉള്ളൊരു ഉടുപ്പാണ്. പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലത്തെ കുറേ ഉടുപ്പ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ ഒരു 5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇടാൻ പറ്റാതെയായി. വയറിങ്ങനെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ഇറക്കം ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുമേ. ഇതൊക്കെ ഭയങ്കര നല്ല ലൂസായിട്ടുള്ളതാണ് വയറിൻ്റെ അവിടെയൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ബെഡ്ഷീറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. എന്തിനാണെന്നൊന്നും അറിയത്തില്ല, എന്നോട് അമ്മ പറഞ്ഞ് എടുക്കണമെന്ന് പറഞ്ഞ്. പിന്നെ ഇതെൻ്റെ ഒരു ടവലാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ എൻ്റെ ആ ഡിസൈൻ. പിന്നെ അടുത്തത് വന്നിട്ട് മെറ്റേണിറ്റി പാഡ. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ പ്രൈസ് എത്രയാണ് അതാണ് ഞാൻ നോക്കുന്നത്. ഒരു ഐഡിയയും കിട്ടുന്നില്ല എത്രയാണോ എന്തോ. എനിക്കിനിയും നോക്കി സമയം വേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് അടുത്ത ഒരു മെറ്റേണിറ്റി പാഡ്. ഇത് നമ്മുടെ സാധാ പാഡ് പോലെ ഇരിക്കും, പക്ഷെ മെറ്റേണിറ്റി പാഡ് തന്നെയാണ് കേട്ടോ. പിന്നെ വൈപ്സ്, കുഞ്ഞിൻ്റെ വൈപ്സ്, ഇതൊക്കെ ഞാൻ കോംബോ ആയിട്ടാണ് മേടിച്ചത്. പക്ഷെ ഒരു പാക്ക് മാത്രമേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുള്ളേ. അടുത്തത് കുഞ്ഞിൻ്റെ പാമ്പേഴ്സ്. വലിയ പായ്ക്കാണ് മേടിച്ചത്. അപ്പോൾ ഈ വലിയ പാക്കറ്റ് തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുക്കാമെന്ന് ഓർത്തു. അല്ലെങ്കിൽ പിന്നെ അതിൽ നിന്നൊക്കെ ഒരെണ്ണമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് എങ്ങനെയാണ്, അത് ഫുള്ളും കൊണ്ടുപോകാമെന്ന് ഓർത്തു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. എന്തെങ്കിലും ഞാൻ മറന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഇത് കുഞ്ഞിനെ ബേബി റിസീവിങ് ബാഗാണ്. ഭയങ്കര രസമില്ല കാണാനായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
അതും കൊണ്ടുപോകുന്നുണ്ട്. ഇനി എല്ലാം എടുത്തു വെച്ചെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക്. ഇനി എൻ്റെ സാധനങ്ങളെല്ലാം ഈ കവറിലിടാമെന്ന് ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത്, പിന്നെ ഓർത്ത് അത് വേണ്ട, നമുക്ക് വേറൊരു പ്ലാൻ ബി ഉണ്ട്, അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ ഞാനിത് കാണിക്കുന്നത്, ഇത് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞായിരുന്നു ഫുൾ ബട്ടൺസ് ഉള്ള ഒരു നൈറ്റി മേടിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോഴവരിതെല്ലാം പറഞ്ഞ് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് വാഷ് ചെയ്യണം. നാളെ വാഷ് ചെയ്തിട്ട് വേണം എടുത്ത് വയ്ക്കാനായിട്ട്. പിന്നെ ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഇതെൻ്റെ ഹോസ്പിറ്റലിലെ എല്ലാ ഡീറ്റെയിൽസുള്ള ഫയലാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ ബാഗ്, ഞാൻ പോത്തീസിൽ നിന്ന് മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമാണ്, ക്യാരി ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിനകത്ത് കയറുകയും ചെയ്യും. ഇനി എല്ലാം നമുക്ക് ബാഗിനകത്തേക്ക് എടുത്ത് വയ്ക്കാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് വേറൊരു, ഇതതിൻ്റെ ചെരുപ്പ് കേട്ടോ, കാണിക്കാൻ മറന്നു. ഓക്കെ, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബായ്.